മുന്നോട്ട് നീങ്ങുക. സോഫിയയ്ക്ക് ചിത്രരചന ഏറെ ഇഷ്ടമായിരുന്നു. ഒരു കലാകാരിയാകണമെന്നായിരുന്നു അവളുടെ സ്വപ്നം. എന്നാൽ ഒരു ദിവസം ഒരു മത്സരത്തിൽ പങ്കെടുത്ത അവൾ പൂർണ്ണമായി പരാജയപ്പെട്ടു. അവളുടെ കൂട്ടുകാർക്ക് സമ്മാനങ്ങൾ ലഭിച്ചപ്പോൾ അവൾക്കൊരു പരാമർശം പോലും കിട്ടിയില്ല. അവൾക്ക് ലജ്ജ തോന്നി. ഒരുപക്ഷെ തനിക്ക് അതിനുള്ള കഴിവില്ലായിരിക്കാം എന്നവൾ ചിന്തിച്ചു. ആഴ്ചകളോളം സോഫിയ ചിത്രരചനയിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ ഒരു ഞായറാഴ്ച പ്രസംഗത്തിനിടെ അവൾ ഒരു വചനം കേട്ടു. പിന്നിലുള്ളവ മറന്നു, മുന്നിലുള്ളതിലേക്ക് ആഞ്ഞു. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. കഴിഞ്ഞ കാല പരാജയങ്ങളെ മുറുകെ പിടിച്ച് താൻ മുന്നോട്ട് നീങ്ങാൻ മടിക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ സോഫിയ വീണ്ടും തൻ്റെ ബ്രഷുകൾ എടുത്തു. ഇന്നലത്തെ പരാജയങ്ങൾ എന്നെ തളർത്തില്ല, ഞാൻ പഠിക്കുകയും വളരുകയും ചെയ്യും, അവൾ സ്വയം പറഞ്ഞു. മാസങ്ങൾക്കു ശേഷം അവൾ മറ്റൊരു മത്സരത്തിന് പങ്കെടുത്തു. ഇത്തവണ അവൾ ചിത്രം വരച്ചത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് മുന്നേറാനാണ്. സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അവൾ വരച്ചു. അവൾക്ക് 1ാം സ്ഥാനം ലഭിച്ചില്ലെങ്കിലും പലരിൽ നിന്നും അഭിനന്ദനങ്ങളും പ്രോത്സാഹനവും ലഭിച്ചു. സോഫിയ പുഞ്ചിരിച്ചു. യഥാർത്ഥ വിജയം സമ്മാനത്തിലല്ല, മറിച്ച് ഭൂതകാലം ഉപേക്ഷിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുന്നതിലാണെന്ന് അവൾ മനസ്സിലാക്കി. അന്നു മുതൽ അവൾ എപ്പോഴും ഓർത്തു, ഇന്നലകളിൽ തളച്ചിടപ്പെടരുത്, ദൈവം നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നതിലേക്ക് മുന്നോട്ട് നീങ്ങുക. സഹോദരന്മാരെ, ഞാൻ അത് പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളവ മറന്നും മുന്നിലുള്ളതിലേക്ക് ആഞ്ഞു. ഫിലിപ്പിയർ 3:13.